വാട്ടർ അതോറിറ്റി ഇപ്പോഴും അതിന് അനാസ്ഥയാണ് കാണിക്കുന്നത്. ഈ വെള്ളത്തിന് മുഴുവൻ ഇപ്പോൾ കൊണ്ടുവന്ന് അവർ അമിതമായിട്ട് ക്ലോറിൻ കലക്കി. ഇവർ വണ്ടിയും എല്ലാ സാധനങ്ങളൊക്കെ വിറ്റ് ഇറക്കി അവരെ ഒരു പാപ്പരായുണ്ട്. അത് സർക്കാർ ചെയ്യണം, അത് വാട്ടർ അതോറിറ്റി ചെയ്യണം. ഈ വാർത്ത കാണുന്ന സുമനസ്സുകൾ ആരെങ്കിലും അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. മഞ്ഞപ്പിത്തം ദുരിതം വിതച്ച വേങ്ങൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വേങ്ങൂരിലെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഇപ്പോൾ ആൾതാമസമില്ല. ഇവിടെയുള്ള ഈ കുടുംബത്തിലെ 3 അംഗങ്ങളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവിടുത്തെ ശ്രീനി എന്ന് പറയുന്ന ആൾ, ശ്രീനിയുടെ സഹോദരനായ ശ്രീകാന്ത്, ശ്രീകാന്തിൻ്റെ ഭാര്യ അഞ്ജന, ഈ 3 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിൽ അഞ്ജനയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശമാകെ വലിയ ഭീതിയിലാണ്. കാരണം സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഒരു കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള വെള്ളം ഇത്രയും വലിയൊരു ദുരന്തം വിതച്ചത്. ഈ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക നില തകർന്ന നിലയിലേക്ക് ഈ പഞ്ചായത്താകെ അല്ലെങ്കിൽ ഈ പ്രദേശമാകെ പോകുന്ന സ്ഥിതിയിലേക്ക് ഈ മഞ്ഞപ്പിത്ത ദുരന്തം മാറിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും ഇപ്പോൾ രോഗികളുള്ള അവസ്ഥയാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ആളുകൾ വീടുകളിലേക്ക് എത്തി വീടുകളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ ബാധ്യത ആളുകൾക്ക് വരുന്ന സാഹചര്യമുണ്ട്. ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ സ്വത്തെല്ലാം വിറ്റ് ചികിത്സ നടത്തേണ്ട സാഹചര്യം. ഇവിടെ വാഹനങ്ങൾ ഉണ്ടായിരുന്ന വാഹനങ്ങൾ വിറ്റ്, അതുപോലെ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്ന വീടാണ്, പശുക്കളെ വിറ്റ്, അത്തരത്തിൽ കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സയ്ക്ക് നൽകേണ്ട സാഹചര്യത്തിലേക്ക് വേങ്ങൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതം മാറിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്ത ഉണ്ടായിരുന്നു, അത് വിറ്റു, പശുവിനെ വിറ്റു, പൈസകളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ സുമനസ്സുകളൊക്കെ ഒരു പഞ്ചായത്തിൽ നിന്നൊരു ബോർഡ് രൂപീകരിച്ച് അതൊരു പിരിവെടുത്ത് ഈ മൊത്തത്തിൽ ഈ ഇവിടെ അസുഖം മഞ്ഞപ്പിത്തം ബാധിച്ച പൈസ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പഞ്ചായത്തിൽ സർവകക്ഷി യോഗമൊക്കെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൺസ്യൂമേഴ്സാണ് വാട്ടർ അതോറിറ്റിയുടെ. ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാന്യമായ രീതിയിൽ ഈ വാട്ടർ അതോറിറ്റി ഞങ്ങൾക്ക് ഈ അസുഖ വെള്ളം തന്നതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടാനുള്ള മാർഗ്ഗം ഉണ്ടെങ്കിൽ ഈ വാർത്ത കാണുന്ന സുമനസ്സുകൾ ആരെങ്കിലും അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ വാർഡിൽ തന്നെ വീട്ടിമോൾ കോളനി 18 കുടുംബങ്ങളാണുള്ളത്. അവിടെ 2 കുടുംബങ്ങൾ ഒഴിച്ച് ബാക്കി 16 കുടുംബങ്ങളിലും മഞ്ഞപ്പിത്തമുണ്ട്. അതിൻ്റെ തൊട്ടുപുറത്ത് തന്നെയുള്ള വേറൊരു കോളനി ഉണ്ട്. അവിടെ ഒരു കുടുംബത്തിൽ തന്നെ 3 വീടുകളായിട്ടാണ് താമസിക്കുന്നത്. അവിടെ മൊത്തമുള്ള അംഗങ്ങൾ 8 പേരാണ്. അതിനകത്ത് 6 പേർക്ക് മഞ്ഞപ്പിത്തമുണ്ട്. അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അംഗൻവാടിയുടെ അടുത്തൊരു കോളനി ഉണ്ട്. അവിടെ 9 വീടായിട്ടുണ്ട്. 9 വീട്ടിൽ 5 വീട്ടിൽ മഞ്ഞപ്പിത്തമുണ്ട്. പിന്നെ അതിന് അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ ഓരോ വീട്ടിൽ ഓരോ പേർക്ക് എന്നുള്ള രീതിയിൽ മഞ്ഞപ്പിത്ത ബാധിതരാണ്. നായരങ്ങാടി മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ തൂങ്ങാലിൽ നിന്ന് ചൂരമുടി വഴിക്ക് പോയി കഴിഞ്ഞാലും ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ റോഡ് സൈഡിൽ മാത്രമേ വീടുള്ളൂ. അവിടെ എല്ലാ വീട്ടിലും എൻ്റെ ഭാര്യ അടക്കമുള്ളവർക്ക് മഞ്ഞപ്പിത്തം വന്ന് സാൻജോല അഡ്മിറ്റായിരുന്നു. മഞ്ഞപ്പിത്തം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാ വീട്ടിലും ഓരോരുത്തർക്കും എന്നുള്ള രീതിയിൽ മഞ്ഞപ്പിത്താണ്. ചേട്ടാ, ഇപ്പോൾ ഇത് ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം വ്യക്തമാണ്. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പ്രതികരണം ജനങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? വാട്ടർ അതോറിറ്റി ഇപ്പോഴും അതിന് അനാസ്ഥയാണ് കാണിക്കുന്നത്. ഈ വെള്ളത്തിന് മുഴുവൻ ഇപ്പോൾ കൊണ്ടുവന്ന് അവർ അമിതമായിട്ട് ക്ലോറിൻ കലക്കി. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഇപ്പം വെള്ളമില്ല. ഞങ്ങൾ ഈ വാട്ടർ സപ്ലൈനെ കേന്ദ്രീകരിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കിണറുകളൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെ. അതായത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം വ്യാപകമായി ക്ലോറിൻ കലക്കി. ക്ലോറിൻ കൊണ്ടുപോയി കലക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അരി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചോറിന് വരെയും ക്ലോറിൻ്റെ മണമായിരുന്നു. ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിളിച്ച് പറയുകയും കാര്യങ്ങൾ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 17-ാം തീയതി മഞ്ഞപ്പിത്തം തുടങ്ങിയതാണ്. ഇന്ന് 14-ാം തീയതി, ഒരു മാസമായി. ഈ മാസമായിട്ട് ഇത്ര നാൾ ഈ നമ്മുടെ സംവിധാനങ്ങളുണ്ടല്ലോ, പഞ്ചായത്തുണ്ട്, നമുക്ക് ഇവിടുത്തെ ഭരണകൂടങ്ങളുണ്ട്, ഇതുവരെ തിരിഞ്ഞു നോക്കി ഒരു രൂപ ഇവർക്ക് കൊടുക്കാൻ തുനിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മന്ത്രി പറയട്ടെ. നമുക്കിവിടെ ചർച്ചകൾ നടന്നിട്ടില്ല, ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഓരോ ചർച്ച നടന്നിട്ട് ചർച്ച മാത്രം നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഇവർ കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ പൈസ എത്തിച്ചു കൊടുത്ത് അവരുടെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് സഹായിക്കാൻ നമ്മുടെ നാട്ടുകാർ മുഴുവൻ അതിനകത്ത് ഒത്തൊരുമയോടുകൂടെ ഉണ്ട്. അവരും ഒന്ന് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് 1 മാസമായി. അതിനുശേഷമുള്ള ഈ 1 മാസക്കാലത്തിനിടയ്ക്കാണ് ഇത്രയും വ്യാപകമായി ദുരന്തം എത്തിയത്. അപ്പോൾ കൃത്യമായൊരു നടപടി ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം ജനങ്ങൾക്കുണ്ടോ? അത് ആരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ആദ്യമൊക്കെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ മണം കുറവായിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതിൻ്റെ മണം കൂടുതലുണ്ടായി. എൻ്റെ ഭാര്യ ഇവിടുന്ന് വെള്ളം കുടിക്കാത്തതിൽ അസുഖമായിട്ട് ഭാര്യ വീട്ടിലാണ്. എൻ്റെ കൊച്ചിന് 5-ാം ക്ലാസ്സിനാണ്. പുള്ളിക്കും ഇത് തുടങ്ങി. മൂത്തവനെ ഞാൻ ടെസ്റ്റിന് കൊടുത്തേക്കാണ്. എന്തായാലും ഇവർക്ക് എന്തായാലും സാമ്പത്തിക സഹായം ചെയ്യണം. മറ്റുള്ളവർക്ക് കിട്ടാണ്ടിരിക്കുക, അത് വേണ്ട. ഇവർ വണ്ടിയും എല്ലാ സാധനങ്ങളൊക്കെ വിറ്റ് ഇറക്കി അവരെ ഒരു പാപ്പരായുണ്ട്. അത് സർക്കാർ ചെയ്യണം, അത് വാട്ടർ അതോറിറ്റി ചെയ്യണം. എനിക്കതേ പറയാനുള്ളൂ.
വലിയ ദുരിതം തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ജനങ്ങൾക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം 3 ആളുകൾക്കാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലേക്ക് പോകേണ്ട സാഹചര്യം ഈ മഞ്ഞപ്പിത്ത വ്യാപനം കൊണ്ടുണ്ടായിരിക്കുന്നത്. വണ്ടി വിറ്റും പശുക്കളെ വിറ്റും എല്ലാം വിറ്റുപെറുക്കി ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായ ധനസഹായം എന്നത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം. 2 ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ജോളി, സജീവൻ 2 ആളുകൾക്കാണ് ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്തം കാരണം ജീവൻ നഷ്ടമായിരിക്കുന്നത്. നിലവിൽ 3 ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 1 മാസക്കാലത്തിനിടയ്ക്കാണ്, അതായത് ഈ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത ശേഷമുള്ള 1 മാസക്കാലത്തിനിടയ്ക്കാണ് ഇത്രയും വ്യാപകമായി ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതിഷേധമുണ്ടായതിനു ശേഷം വ്യാപകമായി ക്ലോറിൻ വെള്ളത്തിൽ കലക്കിയെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്നും ജനങ്ങൾ പറയുന്നത്. ഈ വീട്ടിലെ 3 ആളുകൾ, അതുപോലെ ഈ പ്രദേശത്തുള്ള പല വീടുകളിലെയും പല ആളുകളും അതീവ ഗുരുതരാവസ്ഥയിൽ ജീവൻ അപകടത്തിലാകുന്ന നിലയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൃത്യമായ അനാസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി പറയുകയാണ് എങ്കിൽ ശുദ്ധമായ കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കുണ്ട്. ആ വെള്ളം ശുദ്ധമാണോ എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിനുണ്ട്. ഈ വെള്ളം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുമുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളിൽ പലയിടങ്ങളിലും വന്നിരിക്കുന്ന പാളിച്ച തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് വേങ്ങൂർ പഞ്ചായത്തിനെ ചവിട്ടിയിട്ടതെന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.